നമസ്കാരം. എല്ലാവരും എൻ്റെ ഇൻ്റർവ്യൂ കണ്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു, സപ്പോർട്ട് ചെയ്തു, ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അതിനുശേഷം വീണ്ടും സജന നൂർ എന്നെ വെല്ലുവിളിച്ചു കൊണ്ടിട്ട് വീഡിയോ ഇട്ടു. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. സജന നൂറിന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രൈം എടുത്തിട്ടുണ്ട്. സജന നൂറിന് ഫോൺ വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്. സജന എന്തുകൊണ്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്? സജന എന്തുകൊണ്ടാണ് പോലീസ് കേസുമായിട്ട് സഹകരിക്കാത്തത്? സജന ആദ്യം അത് ചെയ്യും. അതുപോലെ തന്നെ ഡീഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എനിക്കെതിരെ നടത്തിയ പരാമർശം, നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചത്, നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തത് എല്ലാം വെച്ചുകൊണ്ടിട്ടുള്ള പരാതി ഡീഫമേഷനും ചേർത്ത് ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് 1-2 ദിവസം കഴിയുമ്പോൾ കോടതിയിലെ പ്രൊസീജിയർ ഓൺ ആയിക്കോളും. കാരണം ഡീഫമേഷന് കുറച്ച് പണിയുണ്ട്, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ സജനയുടെ വെല്ലുവിളി ഞാൻ വീണ്ടും സമൂഹത്തിൻ്റെ മുമ്പിൽ പറയുകയാണ്. കുറച്ച് പേർക്കും കൂടെ അതിനൊരു ക്ലാരിറ്റി കിട്ടാനുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ആര് വന്നാലും ഞാൻ ഈ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളാണ്. ഞാൻ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ സമൂഹവുമായി ബന്ധപ്പെട്ട് ആർക്ക് ഞാനൊരു ഡ്രഗ് ഉപയോഗിക്കുന്ന ആളെന്ന് സംശയമുണ്ടോ അവർ വന്നാൽ അത് ഞാൻ തെളിയിക്കാൻ തയ്യാറാണ്. ഞാൻ വരാം. ഞാൻ നിങ്ങൾ വിളിക്കുന്ന എവിടെ വേണമെങ്കിലും വന്ന് ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ട് ഞാൻ വന്നിരുന്ന് കുറച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ ടെസ്റ്റിനൊക്കെ ഭയങ്കര പൈസയാവും. ₹1 ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മുടക്കൂല. ഞാൻ ഓൾറെഡി ഡീഫമേഷൻ കേസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മാനം നശിപ്പിച്ചതിന് അവരെനിക്ക് പണം ഇങ്ങോട്ട് തരുന്നതല്ലാതെ ഞാനൊരു രൂപ അങ്ങോട്ട് തരില്ല. അതുപോലെ അങ്ങോട്ട് കൊടുത്ത് ഞാനൊരു കാര്യം ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇന്നലെ അവളുടെ വെല്ലുവിളി കണ്ടു. 3 കോടി ഞാൻ വാങ്ങിച്ചു എന്ന് തെളിയിച്ചാൽ അതിൽ 2 കോടി തരാമെന്ന്. അത് ഞാൻ വാങ്ങിക്കാൻ വരാം. 2 കോടി തരണം. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ കണ്ടായിരുന്നു. അതിനകത്ത് സജന റസുൽ പൂക്കുറ്റി പറയുന്നു 3 കോടി എൻ്റെ അടുത്ത് ചോദിച്ചു എന്ന്. ഒരു തെളിവ്. ഓൾറെഡി 40 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുവെന്ന് റസുൽ പൂക്കുറ്റി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങിച്ചു തന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വണ്ടി വാങ്ങിച്ചു തന്നു പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഡയമണ്ട് വാങ്ങിച്ചു തന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു എന്നൊക്കെ ഉള്ള വോയിസ് റെക്കോർഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. റസൂൽ പൂക്കുട്ടി തന്നെ പറയുന്ന പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സജന മറ്റുള്ളവരുടെ പ്രൂഫ്? അപ്പം 2 കോടി സജന താ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോടി ഇല്ലെങ്കിൽ 1 കോടിയെങ്കിലും വേണം. കുറച്ച് പാവം പിടിച്ച സ്ത്രീകൾ ഇവിടെ ഉണ്ട്. അതുപോലെ നിന്റെ ഹണി ട്രാപ്പിൽ പെട്ട കുറച്ച് പുരുഷന്മാരും ഉണ്ട്. ലക്ഷങ്ങളൊക്കെ പോയ പുരുഷന്മാർ. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്കൊണ്ട് താന്ന് പറയുമ്പോഴത്തേക്ക് നിനക്ക് ചിലപ്പം ഫീലാവും. അപ്പം നീ അവർക്ക് കൊടുത്താൽ മതി. അപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഭയങ്കര ഒരു വിഷമ ഘട്ടം കൂടി ഇതിനകത്തുണ്ട്. കാരണം ആ സങ്കടം പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ റസുൽ പൂക്കുട്ടിയുടെ ഭാര്യ ഷാദിത്തയോട് വളരെയധികം സ്നേഹത്തോടെ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. നിങ്ങളുടെ മക്കളോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. കാരണം ഈ ഫ്രോഡുകൾ രണ്ടും കാണിച്ച കാട്ടായിത്തരത്തിനൊക്കെ ഞങ്ങളോട് കള്ളം പറഞ്ഞതാണ്. റസുൽ പൂക്കുറ്റി വിവാഹം ചെയ്തു എന്നും അതുപോലെ ഫിറോസ് ഖാൻ ഡിവോഴ്സായി എന്നും പറഞ്ഞാണ് ഈ റിലേഷൻഷിപ്പ്. അപ്പോൾ ഞങ്ങൾ മുന്നോട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നോക്കിയിരുന്നില്ല. പിന്നെ പോകെയാണ് അറിഞ്ഞത് ഇവൾ കള്ളമാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഈ പ്രശ്നങ്ങളൊക്കെ ആയി തുടങ്ങിയതിന് ശേഷം. അതിനാലാണ് ഞങ്ങൾക്ക് അങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. സോ അതിന് ക്ഷമിക്കണം. ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൂട്ടുന്ന ഈ കാട്ടായിത്തരങ്ങളൊക്കെ തുടങ്ങി വെച്ചത് റസുൽ പൂക്കുട്ടി ആണ്. റസുൽ പൂക്കുട്ടി സജനേനെ ഇറക്കി ഫിറോസിക്കെതിരെ വീഡിയോ ചെയ്യിപ്പിച്ച് സജനയ്ക്ക് ഭയങ്കരമായ സിമ്പതി ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടി. ഫിറോസിക്ക സൂയിസൈഡ് അറ്റംപ്റ്റിൻ്റെ അവസ്ഥയിലെത്തി. അവിടെ നിന്ന് അയാളെ രക്ഷിച്ചു കൊണ്ടുവന്ന് അയാൾ എല്ലാ ഡീറ്റെയിലും വെച്ച് ക്ലിയർ ആയിട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ സജനയുടെ ഇമേജ് പോകുന്ന സാഹചര്യത്തിലാണ് റസുൽ പൂക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകളുടെ ക്ലിയർ കട്ടായിട്ടുള്ള പിക്ചർ വെളിയിൽ വരുന്നത്. ഇതുവരെയും അയാൾ പുറത്തേക്ക് വന്നിട്ടില്ല. അയാൾക്ക് നല്ല രീതിയിലുള്ള ടോളറേറ്റിങ്ങും നല്ല രീതിയിലുള്ള അബ്യൂസിങ്ങും സജനയിൽ നിന്ന് കിട്ടിയിട്ട് പോലും അയാൾ പുറത്തേക്ക് വന്നിട്ടില്ല. അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യങ്ങളൊന്നുമല്ല. അയാൾ ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സജനയും റസുൽ പൂക്കുട്ടിയും ചേർന്ന് ഈ സമൂഹത്തിൽ ഒരുപാട് വൃത്തികേട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ കുറേ അധികം വൈകിയതിന് ശേഷം ഞങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഞങ്ങളത് തുറന്നു പറയുകയും ഇവരെ ഞങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഷാദിത്ത വീണ്ടും പറയാണ്, നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്.